കരുണാകരന്റെ ഫ്രണ്ടായ ശരത് ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുന്നു. അവൾ ആ നാട്ടിലെ തന്നെ വലിയ പവർഫുള്ളായ ഒരാളുടെ മകളാണ്. ശരത്തിന്റെ അമ്മയാകട്ടെ വലിയൊരു പൊളിറ്റിക്കൽ ലീഡറും. എന്നാൽ രണ്ടു വീട്ടുകാർക്കും ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ ഒന്നിപ്പിക്കാനായി കരുണാകരന്റെ സഹായം തേടിയാണ് ശരത് വരുന്നത്. കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കരുണാകരനും അവന്റെ കൂട്ടുകാരും ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വളരെ പ്ലാൻ ചെയ്ത് ജീവൻ പോലും പണയം വെച്ച് ആ പെൺകുട്ടി അവളുടെ അച്ഛന്റെ കണ്ണു വെട്ടിച്ച് അവർ കടത്തിക്കൊണ്ടുവരുന്നു. എന്നാൽ ഇതിനിടയിൽ അവന്റെ ഫ്രണ്ട്സിൽ ഒരാളുടെ കാല് മുറിയുകയും ഒരാൾക്ക് ചെവിയടിച്ചു പോവുകയും ചെയ്യുന്നു. കരുണാകരനെ പോലീസ് പിടിക്കുന്നുണ്ട്. അവന്റെ അമ്മാവന്റെ മകളുമായി അവൻ ഇഷ്ടത്തിലായിരുന്നു. സർക്കാർ ജോലി വാങ്ങിയാൽ മാത്രമേ കെട്ടിച്ചു തരൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അതിനായി പരിശ്രമിക്കുകയായിരുന്നു. ഈ പോലീസ് കേസൊക്കെ അറിയുമ്പോൾ അവളുടെ അച്ഛൻ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. കുറെ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും സ്നേഹിക്കുന്ന രണ്ടുപേർ തമ്മിൽ ഒന്നിച്ചില്ലേ എന്ന സമാധാനത്തിലായിരുന്നു അവർ. എന്നാൽ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇവർ വേർപിരിഞ്ഞ് സ്വന്തം വീടുകളിലേക്ക് പോയി എന്ന് കരുണാകരൻ അറിയുന്നു. പ്രായത്തിന് തലപ്പിൽ തോന്നിയ തീരുമാനം. ആദ്യമൊക്കെ സന്തോഷത്തിലായിരുന്നെങ്കിലും പിന്നീട് രണ്ടുപേരും വഴക്കാവുന്നു. അങ്ങനെ അവർ തിരിച്ചുപോയി മറ്റൊരു വിവാഹത്തിനായി ഒരുങ്ങുന്നു. ഇതൊക്കെ അറിയുന്ന കരുണാകരനാകട്ടെ വീണ്ടും ആ പെൺകുട്ടിയും ശരത്തിനെയും തട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് മാസായി കുറച്ച് ഡയലോഗ് അടിച്ചിട്ട് അവിടുന്ന് പോകുന്ന വഴി കൂട്ടുകാരന്റെ ലവിന് വേണ്ടി എന്തും ചെയ്യാൻ നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ കണ്ട് അവരെ ഒന്നിപ്പിക്കാൻ കൂടെ വരാമെന്ന് പറഞ്ഞ് അവരും കൂടെ പോകുന്നു.